ഹലോ, ചിങ്ങമാസമൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ ഓണം അങ്ങ് എത്താറായി. അപ്പോൾ ഓണത്തിന് പറ്റിയ ഒരു ഡിഷായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ മത്തങ്ങ കൊണ്ടുള്ള നല്ല അടിപൊളി ഓലനാണ് ഒന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഇതെന്താ മഞ്ഞ കളറിൽ ഇരിക്കണേന്ന് തോന്നും. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടല്ല, നമ്മൾ മഞ്ഞ കളറിലുള്ള മത്തങ്ങയാട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതാ കുറച്ച് വൻപയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. 2-3 മണിക്കൂർ വരെ വെള്ളത്തിൽ കിടക്കട്ടെ. ഇതുപോലെ കുറച്ച് മത്തങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതാ 2 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഈ പയറൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മത്തങ്ങ നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഈ പയറ് വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഞാനിതാ കുറച്ച് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഒരു വലിയ മുറി തേങ്ങയായിരുന്നു കേട്ടോ. അതിൻ്റെ 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ നമ്മുടെ പയർ ഒരു 3 വിസിലടിച്ചിട്ട് വാങ്ങി വെച്ചതാണ്. ഇനി ഇതിനകത്തേക്കാണ് കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ച മത്തങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മത്തങ്ങ മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാം. സദ്യക്ക് ഓലനില്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പോൾ നമ്മുടെ ചൊല്ലിൽ പറയുന്ന പോലെ ഓലോലനൊന്നു മതി എന്തിന് 100 കൂട്ടം എന്ന് പറഞ്ഞതുപോലെ ഓലനില്ലാതെ ഒരു സദ്യയുമില്ല. അപ്പം നമ്മളിതാ കുക്കറിനകത്തേക്ക് നമ്മുടെ മത്തങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സദ്യക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഓലനും കാളനും അതുപോലെ ഇഞ്ചിക്കറിയും എല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതാ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞൊന്നും പോകണ്ട കേട്ടോ. മത്തങ്ങ ഇട്ടിട്ട് ഒരു 2 വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടാനായിട്ട് ഒരു കാര്യം ചെയ്യാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ആ പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചൂടാവാൻ നിൽക്കണ്ട കേട്ടോ വെളിച്ചെണ്ണ. അപ്പോൾ പച്ച വെളിച്ചെണ്ണയാണെങ്കിൽ അതാണ് നല്ലത്. എന്നാലും ഞാൻ പതിയെ ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. ഇഞ്ചി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓലൻ പൊളിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കണേ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇതിപ്പോൾ അതാ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച മത്തങ്ങയും പയറും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് 1/4 പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇതാ ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് നമ്മുടെ കട്ടിയുള്ള 1/4 പാൽ ഇതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് കട്ടിയായി കിട്ടും കേട്ടോ. മത്തങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനകത്തേക്ക് ഇനി തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിപ്പോൾ ഇതാ തിളപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല കൊഴുത്ത ചാറായിട്ട് ഇരിപ്പുണ്ട്. ഇതൊന്നുകൂടി കൊഴുത്ത് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. അധികം എരിവൊന്നും ഇല്ലാത്ത കറി ആയതുകൊണ്ട് കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ മത്തങ്ങയുടെ കളറാണ് ആ മഞ്ഞ കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞ കളറിലുള്ള മത്തങ്ങ കൊണ്ട് ഓലനുണ്ടാക്കുമ്പോൾ ആണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുപോലെ ഓലം വെച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ ഈ വരുന്ന ഓണത്തിന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയായിരിക്കും. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.